Hello friends, TechElectronics in the Pudir video like Swagam. Namakon the CASTOR induction cooker fully dead condition another. Power Gutiale, display illa, Onuilla, dead dana is set. Namakanda complaint and noka video letter. Induction cooker open the voltage on the check. That's the fuse IGBT complaint on the that's the fuse check. That's the fuse. Okay, fuse continuity okay. IGBT shorting IGBT shorting voltage check meter DC 600 lakh. Sorry, 600 600 okay, 297 volt. Okay, IGBT vare എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ IGBT യിൽ ഒന്നും അല്ല പ്രശ്നം. അപ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് ഇതിന്റെ നമ്മുടെ വൈപ്പർ IC ആയിട്ട് റിലേറ്റ് ചെയ്ത പവർ സപ്ലൈ പ്രശ്നമാണ് ഇതിന്റെ. വർക്കിംഗ് വോൾട്ടേജ് വരുന്ന 5 വോൾട്ട് 18 വോൾട്ട് വരുന്ന IC സംബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണിത്. ഇവിടെ വോൾട്ടേജുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സെറ്റ് ഓൺ ആവാത്തത്. ചിലപ്പോൾ IC കംപ്ലൈന്റ് ആവാം. അതിൽ ഇതിനാദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ICക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് അവിടുന്ന് ഈ കപ്പാസിറ്റർ വരെ നമ്മുടെ വോൾട്ടേജ് വന്നിട്ടാണ് ഈ ICയിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ ഡ്രൈവർ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. 271 അപ്പുറത്ത് വരെ ഉണ്ടോ എന്ന് നോക്കണം. 280. ഓക്കെ, ആ റെസിസ്റ്റൻസ് ഓക്കെ ആണ്. റെസിസ്റ്റൻസ് ഇവിടെ വരെ വരുന്നുണ്ട്. നമ്മുടെ കപ്പാസിറ്റർ വരെ വോൾട്ടേജ് വരുന്നുണ്ട്. അതിന് ICയിലേക്ക് എത്തുന്നതെന്ന് നോക്കണം. ഇവിടെ ICയിലേക്കും വോൾട്ടേജ് എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ICയുടെ പോയിന്റിൽ നമുക്ക് നോക്കാം. ഇതുപോലെ വോൾട്ടേജ് ഹൈ ലോ ആവുന്നുണ്ടെങ്കിൽ IC വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ IC നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിലാണ് നമ്മുടെ പ്രശ്നം. ഇൻപുട്ട് ഓക്കെ ആണ്, IC വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഷോർട്ടിംഗ് ഉണ്ടെങ്കിലോ ഡയോഡ് വല്ലതും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലോ നമുക്ക് അത് കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഡയോഡുകളാണ് നമ്മുടെ 18 വോൾട്ടും 5 വോൾട്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് ഡയോഡുകൾ. നമുക്ക് അവിടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18 വോൾട്ട് ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് 5 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. 8 വോൾട്ട്. അത് റെഗുലേറ്ററിൽ പോയിട്ടാണ് നമുക്കത് 5 വോൾട്ട് ആവുന്നത്. അത് നമുക്ക് നോക്കാം. റെഗുലേറ്ററിൻ്റെ ഇൻപുട്ട് പോയിന്റ് വരെ വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് പോയിന്റിൽ നമുക്ക് വോൾട്ടേജ് ഇല്ല. അത് 5 വോൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ റെഗുലേറ്റർ കംപ്ലൈൻറ്റ് വന്നാൽ ഈ 5 വോൾട്ട് നമുക്ക് വരാതിരിക്കും. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് പിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കവിടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണോ അതോ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഷോർട്ടിംഗ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഗുലേറ്ററിൻ്റെ ഔട്ട് പോയിന്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇപ്പം നമ്മൾ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് അവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ 5 വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. സെറ്റ് ഓൺ ചെയ്ത് റെഗുലേറ്ററിൽ നിന്ന് 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പം ആ റെഗുലേറ്റർ പോയിന്റിൽ നിന്ന് മുന്നിലോട്ട് എവിടെയോ ഷോർട്ടിങ് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആയി പോകുന്നത്. നമ്മുടെ റെഗുലേറ്റർ ഓക്കെയാണ്. റെഗുലേറ്ററിൽ നിന്ന് 5 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മുന്നോട്ടുള്ള ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ ഈ പോയിന്റ് ഷോർട്ടിങ് ഉണ്ട്. അത് ഏതോ കമ്പോണൻസ് ഷോർട്ടിങ് ആയതുകൊണ്ടാണ് നമ്മുടെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ഷോർട്ടിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഗ്രൗണ്ടുമായിട്ട് ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. ഇവിടെ 5 വോൾട്ട് പോയിന്റും ഗ്രൗണ്ടുമായിട്ട് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഷോർട്ടിങ് ആണ്. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് കമ്പോണൻ്റ് ആണ് അവിടെ ഷോർട്ടിങ് ഉള്ളതെന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇളക്കി ചെക്ക് ചെയ്യണം. അത് ഐ സിയിലേക്ക് 5 വോൾട്ട് പോകുന്നുണ്ട്, ആ പോയിന്റ് നമ്മൾ നോക്കണം. അതുപോലെ ഇടയ്ക്ക് കമ്പോണൻസ് ഉണ്ട്, അതും നമ്മൾ ചെക്ക് ചെയ്യണം. എവിടെ ഏത് പോയിന്റിലാണ് അത് ഷോർട്ടിങ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ആ 5 വോൾട്ട് പോകുന്ന എല്ലാ ലൈനുകളും ട്രേസ് ചെയ്ത് എവിടെയാണ് നമ്മുടെ ഷോർട്ടിങ് എന്ന് കണ്ടെത്തുക. ഇപ്പം അത് ഫ്രണ്ട് പാനലിൽ പോകുന്ന 5 വോൾട്ടിൻ്റെ ലൈനാണത്. അത് അവിടെ ആ ഹീറ്റ് സെൻസർ വരെ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഇത് ഷോർട്ടിങ്, ഈ 5 വോൾട്ട് ലൈൻ ഷോർട്ടിങ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ കമ്പോണൻസ് ഇളക്കി തന്നെ ചെക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഞാൻ എല്ലാ പോയിന്റിലും ഷോർട്ടിങ് തന്നെയാണ് കാണിക്കുന്നത്. 5 വോൾട്ട് എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഷോർട്ടിങ് ആണ് നമുക്ക് ഗ്രൗണ്ടുമായിട്ട് കാണിക്കുന്നത്. ഞാൻ ചെറിയ കുറച്ച് കമ്പോണൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇനി അടുത്തത് നമ്മുടെ ഐ സിയിലേക്കുള്ള പോയിന്റാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടുന്ന് നമ്മുടെ ഐ സിക്ക് വേണ്ടുന്ന 5 വോൾട്ട് വർക്കിംഗ് വോൾട്ടേജ് പോകുന്ന പിന്നാണ്. ഈ പിന്നിലേക്കുള്ള കണക്ഷൻ നമ്മൾ ഒരു ജമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. ആ ജമ്പറിൽ നിന്ന് ഉള്ള ഐ സിയുടെ പോയിന്റ് നമ്മൾ കണക്ഷൻ ഒഴിവാക്കി നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് 5 വോൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഷോർട്ടിങ് ഒഴിവാകുന്നുണ്ടെങ്കിൽ ഐ സി ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ആ പിന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പോയിന്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷോർട്ടിങ്ങും മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഷോർട്ടിങ് ഇല്ല. അപ്പോൾ നമ്മുടെ ഐ സി തന്നെയാണ് കംപ്ലൈൻറ്റ്. ഞാനത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ സി ആണ് നമുക്ക് കംപ്ലൈൻറ്റ്. നമ്മുടെ വോൾട്ടേജ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, 5 വോൾട്ട് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ നമ്മുടെ 5 വോൾട്ടും പ്രസൻ്റ് ആയിട്ടുണ്ട്. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് പോയിന്റിൽ നമ്മുടെ 5 വോൾട്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഐ സിയുടെ പോയിന്റ് വരെ വരുന്നുണ്ട്. ഐ സി പിന്നെ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐ സി കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഐ സി റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വഴിയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ബോർഡിനകത്ത് ഐ സി ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ട് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്ത പോയിന്റുകളൊക്കെ തിരിച്ച് സോൾഡർ ചെയ്യാണ്. ഇപ്പം ഞാൻ വേറൊരു ഐ സി എടുത്തിട്ടുണ്ട്. ഇത് ഐബലിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തൊരു ഐ സി ആണ്. പക്ഷെ രണ്ട് സെയിം ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് പ്രോഗ്രാമും വരും. പക്ഷെ സെയിം ബോർഡ് സെയിം സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്തുള്ള ഐ സികൾ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ സെയിം ബോർഡ് സെയിം സർക്യൂട്ട് ആയതുകൊണ്ടാണ് വേറൊരു ഐ സി എടുത്തിടുന്നത്. ഐ സി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ഐ സി ആണ്. ഇത് നമ്മൾ മാറ്റിയ ഐ സി. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഫ്രണ്ട് പാനലൂടെ കൊടുത്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട് പാനലൂടെ കണക്ട് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് പാനലിട്ടു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഐ സി തന്നെയാണ് നമ്മൾ മാറ്റിയിട്ടത്. ഐ സി ആയിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഐ സി എങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് അടച്ചിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി നോക്കണം. അപ്പം നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കി നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളം ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.